ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ആകാശ് ഫോൺ വിളിക്കുമ്പോൾ ആദ്യം അമ്മായി എടുക്കും, അതിനുശേഷം ശ്രുതി എടുക്കും. ശ്രുതിക്ക് ചെറിയ സംശയം തോന്നും കേട്ടോ, ആകാശാണെന്നല്ല, എന്തോ ആരോ വിളിച്ചിട്ട് മനഃപൂർവ്വം ആരുടെ സൗണ്ട് കേൾക്കാൻ വേണ്ടി വിളിച്ചതെന്ന് മനസ്സിലാവും. അങ്ങനെ ശ്രുതി അടുക്കളയിലേക്ക് പോകുമ്പോഴേക്കും വീണ്ടും ആകാശ് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് പ്രീതിയാണ് ഫോൺ എടുക്കുന്നത്. പ്രീതി ഫോൺ എടുക്കണമെന്ന് ആകാശ് പറയണ്ട്. ഹാവു പ്രീതി, ഇപ്പോഴെങ്കിലും താൻ ഫോൺ എടുത്തല്ലോ. ആകാശ് സാർ എന്തിനാ വിളിച്ചത് എന്ന് ചോദിക്കുകയാണ്. ഇതിനെന്തായാലും ശ്രുതി അപ്പുറം നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. ശ്രുതി കേൾക്കുന്ന കാര്യം പ്രീതി ആലോചിക്കുന്നില്ല. പ്രീതി ഇങ്ങനെ സംസാരിക്കുവാണ്. ആകാശ് പറഞ്ഞു, എനിക്ക് തന്നോട് സംസാരിക്കാൻ പറ്റില്ല സർ, സംസാരിക്കാൻ പറ്റില്ല എന്ന് പ്രീതി പറയുമ്പോൾ, തനിക്ക് എന്നോട് ഇച്ചിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ താൻ വരണം, ഇന്ന റെസ്റ്റോറൻറ്റിൽ വരണമെന്ന് പറയുമ്പോൾ പ്രീതി പറയും, പറ്റില്ല സർ, പറ്റില്ല വെച്ചാൽ പറ്റില്ല എന്ന് പറയുമ്പോൾ, ഇല്ല തൻ്റെ ശ്രുതി ഇപ്പം എന്തായാലും വീട്ടിലേക്ക് വരുമല്ലോ, അപ്പോൾ ആ സമയത്ത് എനിക്ക് വരാം എന്ന രീതിയിലാണ് എന്തെങ്കിലും കാരണം പറഞ്ഞ് വരാമെന്ന് പറഞ്ഞിട്ട് ആകാശ് ഫോൺ വെക്കണം, തനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് ഫോൺ വെക്കുവാണ്. ഫോൺ വെച്ചുമ്പോൾ തന്നെ ശ്രുതി വരുന്നുണ്ട്. പ്രീതിയുടെ ചോദിക്കേണ്ട ആരാ ചേച്ചി വിളിച്ചെന്ന് ചോദിക്കുമ്പോൾ പ്രീതി അങ്ങനെ ലൊട്ടറെടുക്കുന്ന നായൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും കേട്ടോ. ഇല്ല അയാളല്ല, ഇയാളാണ്, റോങ് നമ്പറാണ്, ആ കടക്കാരനാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകും. പക്ഷെ ശ്രുതിക്ക് അത് വീട്ടിലെ വിശ്വാസമൊന്നും ആവില്ല കേട്ടോ. അതിനുശേഷമാണ് റെസ്റ്റോറൻറ്റ് വെച്ച് ഇവരെ ആകാശും അതുപോലെ തന്നെ ശ്രുതിയും കൂടി കാണുന്നത്. ആ സമയത്ത് ആകാശ് അശ്വിനും ശ്രുതിയും കൂടി കാണുന്നത്. ആ സമയത്ത് ആകാശാണെന്നുണ്ടെങ്കിൽ പ്രീതിന്റെ അടുത്ത് പ്രണയാഭ്യർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. അശ്വിൻ തന്നെ നെട്ടിപ്പോകും. കാരണം എല്ലാവരുടെ മുമ്പിൽ ശ്രുതിയുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്നിട്ടാണ് പ്രണയം അഭ്യർത്ഥന നടത്തണം കേട്ടോ. എനിക്ക് നീലാതെ ജീവിക്കാൻ പറ്റില്ല, നീ എന്നോട് യെസ് പറയണം, അല്ലെങ്കിൽ എനിക്കൊരു കല്യാണവും ജീവിതവും ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്, ചേച്ചി ഇതെന്തൊക്കെയാണ് നടക്കുന്നത്, ചേച്ചിയും ആകാശ് സാറും തമ്മിൽ എന്താ എന്ന് ചോദിക്കുമ്പോൾ പ്രീതി പറയും, ഒന്നുമില്ല മോളെ എന്ന് പറയാണ്. അശ്വിൻ പറഞ്ഞിട്ട്, എന്താണ് നീ ഇത്ര ചെറുതായി പോയോ എന്ന് ചോദിക്കുകയാണ്. ആകാശ് നിനക്ക് ബോധമില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ആകാശ് ഒന്നും മിണ്ടില്ല. അശ്വിൻ പറയുന്നുണ്ട്, ഇതേ ശ്രുതി, നിന്റെ ചേച്ചിന് എന്റെ അനിയനെ വേണ്ട എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതെ എന്റെ ചേച്ചിക്ക് നിങ്ങളുടെ അനിയനെയും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് പോകുവാട്ടോ. ആ സമയത്ത് പ്രീതി ഞെട്ടിക്കുന്നൊരു കാര്യം ആകാശിനോട് പറയുന്നുണ്ട്, ഞങ്ങൾ എന്തിനാ ഇവിടെ വന്നതെന്ന് സാറിന് അറിയാവോ, ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോകേണ്ട അവസ്ഥയാണോ, എന്റെ കല്യാണം നാട്ടിൽ വെച്ച് മുടങ്ങിയതിനെ കാരണം സ്ത്രീധനം കറക്റ്റ് സമയത്ത് കൊടുക്കാത്തതുകൊണ്ടാ എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ആകാശ് ആ സത്യം അറിയുന്നത്. കാരണം പ്രീതിയുടെ കല്യാണം ഉറപ്പിച്ചിട്ട് മുടങ്ങിപ്പോയതെന്നുള്ള സത്യം ആകാശ് അറിയുമ്പോൾ ആകാശിനെ ഫീൽ ആവും കേട്ടോ. പെട്ടെന്ന് തന്നെ പ്രീതി അശ്വിന്റെ മുഖത്തേക്ക് നോക്കണ്ട്. ഇയാൾക്ക് എല്ലാം അറിയാം, ഈ അശ്വിൻ സാറാമിന്, സാറിന് അറിയില്ലേ എന്റെ കല്യാണം മുടങ്ങിയ കാര്യം എന്ന് പറയുമ്പോൾ അശ്വിൻ ആ സംഭവം ആലോചിക്കാട്ടോ. മുമ്പ് ശ്രുതി അന്ന് ആ ഫാഷൻ ഷോയിൽ വരുന്ന സമയത്ത് പറയുന്നുണ്ട്, എന്റെ ചേച്ചിയുടെ വിവാഹ നിശ്ചയമാണ്, ഈ പൈസ കൊടുത്തില്ലെങ്കിൽ വിവാഹം മുടങ്ങിപ്പോയി, എനിക്ക് ഈ പൈസ കൊടുക്കാൻ വേണ്ടി ഞാൻ പോണെന്നൊക്കെ പറഞ്ഞപ്പോൾ അശ്വിൻ നീ പറഞ്ഞത് കള്ളമാണെന്നൊക്കെ പറഞ്ഞിട്ട് വിടാതിരുന്നല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് അശ്വിൻ അത് ആലോചിക്കുകയാണ്. അശ്വിന് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നും കേട്ടോ. അശ്വിൻ അപ്പൊ തന്നെ പുറത്ത് പോയിട്ട് ആകെ വിഷമിക്കുവാണ്. ഈശ്വര, ഞാൻ അന്ന് ശ്രുതി പറഞ്ഞത് വിശ്വസിച്ചിരുന്നെങ്കിൽ പ്രീതിയുടെ വിവാഹം മുടങ്ങില്ലായിരുന്നു, ഞാൻ കാരണമാണല്ലോ ആ പ്രീതിയുടെ വിവാഹം മുടങ്ങിയെന്നുള്ള കുറ്റബോധം അശ്വിന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് ആകാശ് വീട്ടിലെല്ലാവർക്കും പറയും, എനിക്ക് പ്രീതിനെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യും കേട്ടോ അശ്വിനും. അപ്പൊ എല്ലാവരും അത് കൈയടിച്ച് പാസ്സാക്കും, മനോരമ ഒഴിച്ച്. അപ്പൊ ഞാൻ പറയാൻ വന്നത് ഇതൊന്നല്ല, നാളത്തെ എപ്പിസോഡിൽ ഇത്രയും ഭാഗങ്ങളെ കാണിക്കത്തുള്ളൂ. അത് പ്രീതിയായിട്ടുള്ള ആ ഒരു വിവാഹാഭ്യർത്ഥനയും അതിനുശേഷം പ്രീതി അശ്വിനോട് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ മാത്രമേ കാണിക്കുള്ളൂ. പക്ഷെ അതിനുശേഷം നമ്മൾ പറയാവുന്ന ശ്യാമിന്റെ കാര്യമാണ്. ശ്യാമിന്റെ മേളിൽ നമ്മുടെ അഞ്ജലിക്ക് ചെറിയൊരു സംശയം വീണിട്ടുണ്ട്. ആ സംശയം ഇടക്കിടക്ക് ഇനി വരും കേട്ടോ. ശ്രുതിക്കാണെങ്കിൽ നല്ല സംശയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അടുത്ത ആഴ്ച ശ്രുതി കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്. അടുത്ത ആഴ്ച എന്നെ കണ്ടുപിടിക്കും. അതിനുശേഷം മുത്തശ്ശിക്കും സംശയം ഉണ്ടാവും. എല്ലാവരും കൂടി അറിഞ്ഞു കഴിയുമ്പോഴേ ശ്യാമിനെ പൊരിക്കുന്ന ഒരു സീനുണ്ട്. ശ്രുതി എന്തായാലും അടുത്ത ആഴ്ച, അതായത് നമ്മൾ ഇനി വെള്ളിയാഴ്ച കാണാൻ പോകുന്ന പ്രൊമോയിൽ ശ്രുതി ശ്യാമിന്റെ മുഖം അടിച്ചു പൊട്ടിക്കുന്ന ഭാഗം എന്തായാലും ഉണ്ടാവും കേട്ടോ. പിന്നെ എല്ലാവരും ഇത് അറിഞ്ഞു കഴിയുമ്പോഴേക്കും എല്ലാവരും അഞ്ജലി നിന്നിട്ട് ഇത് ഒളിക്കാൻ നോക്കും. കാരണം അഞ്ജലിക്ക് അത് സഹിക്കാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട്. എന്തായാലും മുത്തശ്ശി അറിയുമ്പോഴാണ് കുറച്ചുകൂടി രസം. മുത്തശ്ശി നല്ല രണ്ട് വഴക്ക് പറഞ്ഞ സീനൊക്കെ ഉണ്ട്, നല്ല രസമാണ് ആ ഭാഗങ്ങളൊക്കെ കാണാനായിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.